ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വിളിച്ചു ചേർത്ത യോഗമാണ് UDF കൗൺസിലർമാർ സ്തംഭിപ്പിച്ചത് എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപായി ചെയ്തു തീർക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വിളിച്ചു ചേർത്ത യോഗമാണ് UDF കൗൺസിലർമാർ മുനിസിപ്പൽ ചട്ടങ്ങൾക്കും ആക്ടിനും വിരുദ്ധമായി സ്തംഭിപ്പിച്ചത് എന്നും നഗരസഭാ സെക്രട്ടറിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് UDF കൗൺസിലർമാർ പ്രവർത്തിച്ചത് എന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന കടമുറികളുടെ ലേലവും ഫലവൃക്ഷ തൈകളുടെ അതിൻ്റെ ആദായത്തിൻ്റെ ലേലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായതിനാൽ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന നിലയ്ക്ക് ഇന്ന് കൗൺസിൽ യോഗം ചേരുകയും എന്നാൽ ആ കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ കൗൺസിലിൻ്റെ മുനിസിപ്പൽ ചട്ടങ്ങൾക്കും ആക്ടിനും വിരുദ്ധമായി നഗരസഭാ കൗൺസിൽ യോഗത്തെ സ്തംഭിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നോട്ടീസ് നൽകിയ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന തീരുമാനം അധ്യക്ഷയ്ക്ക് എടുക്കാമെന്നും നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്നുള്ളത് ആക്ടിൽ പറയുന്നില്ല എന്നും രാജേഷ് വ്യക്തമാക്കുന്നു. പുതിയ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ മുതൽ വികസനം മുടക്കാനും കൗൺസിൽ തടസ്സപ്പെടുത്താനുമുള്ള പ്രവൃത്തിയാണ് കൗൺസിലർ ജലീൽ നടത്തുന്നതെന്നും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും രാജേഷ് ആരോപിച്ചു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുടക്കാൻ, ഒറ്റപ്പാലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ, ഏത് വിധേനയും ഇല്ലാതാക്കാൻ എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം ഈ മാർച്ച് മാസത്തിൽ നടക്കേണ്ട ലേലമാണ് ഈ അജണ്ടയിലുള്ളത്. ഈ ലേലം ഇപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ കഴിയുന്നത് വരെ, അതിൻ്റെ പെരുമാറ്റച്ചട്ടം മാറുന്നത് വരെ നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കൗൺസിൽ യോഗത്തെ അലങ്കോലപ്പെടുത്തുക, ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യത്തെ തകർക്കുക, തങ്ങൾക്ക് വിധേയരാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ജലീലിന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ സമീപനം.